ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാവണ്യക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഓരോ ഗിഫ്റ്റ് വീതം അഞ്ജലി കൊടുക്കുകയാണ്. ലാവണ്യ അടുത്ത് പറയുന്നുണ്ട്, ഇത് റെഡ് കളർ സാരിയാണ്, കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണിത്, അപ്പോൾ ഇത് നാളെ എടുക്കണമെന്ന് പറയുമ്പോൾ ലാവണ്യ വളരെ സന്തോഷമാവാണ്. ശരി അഞ്ജലി മേഡം എന്ന് അഞ്ജലി ചേച്ചി എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ലാവണ്യ സാരി എടുക്കുമ്പോൾ അതൊരു ബ്ലൂ കളർ സാരി ആട്ടോ. ആ സമയത്ത് ലാവണ്യ അത് ചുറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, അഞ്ജലി ചേച്ചി നോക്കിക്കേ, ഇത് ബ്ലൂ കളർ സാരിയാണല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ സാരി മാറിപ്പോയെന്ന് തോന്നുന്നു, അപ്പോൾ റെഡ് കളർ ശ്രുതിയുടെ കയ്യിലായിരിക്കും. ഓ അത് സാരില്ല അഞ്ജലി ചേച്ചി, എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ലാവണ്യയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാ എന്നാ വിളിക്കണ ഫ്രണ്ട്സ്, ഹലോ ലാ നീ എന്താ ഈ കോലത്തിൽ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ഇങ്ങനെ കളിയാക്കുന്ന പോലത്തെ സംസാരിക്കും. പിന്നെ അടുത്ത പൂജ കാര്യങ്ങളൊക്കെ അവർ വൈകിട്ട് കളിയാക്കും കേട്ടോ. ഇതെന്താ ഈ കാണിച്ചു കൂട്ടിയാണത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ലാവണ്യക്ക് ശരിക്കും ദേഷ്യം വരും കേട്ടോ. നോക്ക്, നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ കളിയാക്കാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ അവരെ നന്നായിട്ട് വഴക്ക് പറയും കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശി കേൾക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ലാവണ്യനെ കുറിച്ച് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. കാരണം ലാവണ്യ ആ വീട്ടിലെ ഒരു കുട്ടിയായി കഴിഞ്ഞു എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മുത്തശ്ശി നമ്മുടെ അശ്വിനോട് പോയി പറയുന്നുണ്ട്, അശ്വിൻ ഇനി നിങ്ങളുടെ കല്യാണത്തിന് ഒരു ഇതുമില്ല, എനിക്ക് ലാവണ്യനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇഷ്ടമാണ്. അവൾ നമ്മുടെ വീടിനെ വേണ്ടി സംസാരിക്കുന്നുണ്ട്. കൂട്ടുകാർത്തികൾ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിയപ്പോൾ, നമ്മുടെ വീടിനെ ആചാരത്തിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവളാണ് അവരെ എതിർത്ത് സംസാരിച്ചത്. അതുകൊണ്ട് അവളെ ഇപ്പം മരുമകളാക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് അശ്വിനോട് പോയി മുത്തശ്ശി പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ശ്രുതി വീട്ടിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുന്ന് പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അവിടെ ശ്യാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രുതി വരുമ്പോഴേക്കും ശ്യാം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അടുക്കളയിലേക്ക് പോയി രക്ഷപ്പെടും. ശ്യാമിന് പൈനാപ്പിൾ അലർജിയാണ്. അതറിയാവുന്ന ശ്യാം അടുക്കളയിൽ പോയിട്ട് ഒരുപാട് പൈനാപ്പിൾ കഴിക്കും. അപ്പോൾ ചുമ വരുമ്പോൾ അഞ്ജലി നമ്മുടെ ശ്യാമിനെയും കൂടി റൂമിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് ശ്യാമിനെ കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയെടുത്ത് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശരിക്കും സാരി മാറിപ്പോയി ശ്രുതി, ഇത് ലാവണ്യയുടെ സാരി നിനക്കുമായിരുന്നു ഞാൻ സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ, മേഡം എന്ന് പറയുമ്പോൾ, അത് സാരിയില്ല, നിനക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയും. ശ്രുതിനെ റെഡ് കളർ സാരി കാണുമ്പോൾ അശ്വിന് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. അശ്വിൻ ആദ്യമായിട്ട് ശ്രുതിനെ റെഡ് കളറിൽ കാണുന്നത്, ശ്രുതി അവിടെ ഒരുപാട് ദീപങ്ങൾ കത്തിക്കുമായിരിക്കും. ചുറ്റും ഇങ്ങനെ ദീപങ്ങൾ കത്തിച്ചിട്ട് അതിൻ്റെ നടുക്ക് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് അശ്വിൻ ആദ്യം കാണുന്നത്. അശ്വിനെ വല്ലാത്തൊരു ഇഷ്ടവും ഒരു സ്നേഹമൊക്കെ ആ സമയത്ത് തോന്നും കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് അവിടെ നിന്ന് വരാൻ പറ്റുന്നില്ല, കാരണം ചുറ്റും ഇങ്ങനെ വിളക്ക് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ അശ്വിനാണ് ശ്രുതിനെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. നല്ല നല്ല ഭാഗങ്ങളാണ് പിന്നെ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വൈകിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.